അനാസ്ഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടായി. ഇന്നത്തെ അനാസ്ഥയായിട്ട് നമ്മൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സംഘിയെ പൂജിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ്. വി.ഡി. സവർക്കറെ അദ്ദേഹം ഒരു വലിയ മഹാനാണെന്ന രീതിയിൽ പുകഴ്ത്തിയിട്ട് ആദ്യമായിട്ട് നമ്മുടെ കേരള സർക്കാർ ഒരു ചോദ്യം ഇറക്കിയിരിക്കുന്നു. അതും വി.ഡി. സതീശൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ വി.ഡി. സതീശൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ലീഗ് മന്ത്രിസഭയെ ലീഗ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്ന ഈ ഒരു കേരള ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്, UDF ഭരണത്തിന്റെ കാലഘട്ടത്തിലാണ് 3 MLA-മാർക്ക് BJPക്കുള്ള ഈ സമയത്താണ് വി.ഡി. സവർക്കറെ പുകഴ്ത്തിക്കൊണ്ട് ഒരു ചോദ്യ പേപ്പർ ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് ഇത് ഇവരൊന്നും അറിഞ്ഞില്ലേ എന്നുള്ളതാണ്. ഒന്ന് കണ്ടുനോക്കൂ. വി.ഡി. സവർക്കറെ പുകഴ്ത്തി ചോദ്യോത്തരം. മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ് ഉപജില്ലകളിലെ സ്കൂളുകളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ ചോദ്യാവലിയിലാണ് ഇപ്പോൾ വിവാദമുയർന്നിരിക്കുന്നത്. ശരി, ഇത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് ഇത് ഇങ്ങനത്തെ ഒരു ചോദ്യാവലി ഇറക്കിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി സംഗതിയൊക്കെ അവിടെ കെടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനൊരു സംഗതി ഇറങ്ങിയതിനെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അത് ഇവർ അറിഞ്ഞിട്ടില്ലെന്നാ പറയുന്നത്. എന്തൊരു ഭീകരമായ അവസ്ഥയാണ്. അങ്ങനത്തെ ഒരു സംഗതിയെ അറിഞ്ഞിട്ടില്ല. ഇനി ഒപ്പം തന്നെ വേറെ സംഗതി കൂടി ഉണ്ടായിട്ടുണ്ട്. വന്ദേ മാതരം പരിപൂർണമായിട്ടും ആലപിക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. നോക്കൂ സുഹൃത്തുക്കളെ, വന്ദേ മാതരം എന്ന് പറയുന്ന പരിപാടി പരിപൂർണമായിട്ട് ആലപിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തെ, ഇന്ത്യൻ മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന സംഗതിയാണെന്ന് പലപ്പോഴും നമ്മുടെ മുന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ സാറ് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഇതുകൂടി ഒന്ന് കേക്ക്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടിയത് ആർക്കായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കി, വധശിക്ഷയടക്കം അനുഭവിച്ചു നമ്മുടെ ഭഗത് സിംഗ് അടക്കമുള്ളവർക്ക് വധശിക്ഷയടക്കം വിധിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളെ തൂക്കിലേറ്റിയ ചരിത്രം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു ചോദ്യവും ഉത്തരവും, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ച നേതാവാണ്. ആ ചോദ്യം തന്നെ തെറ്റാണ് സാർ. ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചതെന്നാണെങ്കിൽ 11 വർഷം ഈ ആൻഡമാൻ നിക്കോബർ ജയിലിൽ കിടന്നിട്ടുണ്ട് വി.ഡി. സവർക്കർ. അതേപോലെ പിന്നീട് പലതവണ മാപ്പെഴുതി കൊടുത്തിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതെന്തായാലും അത് സവർക്കറെ കുറിച്ച് കൃത്യമായിട്ടും ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഇപ്പോൾ വന്ദേ മാതരം എന്ന സംഗതി ഇനി സ്വാതന്ത്ര്യദിനമാണ് വരാൻ പോകുന്നത്, പരിപൂർണമായിട്ടും ആലപിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മന്ത്രിസഭയിൽ നിന്ന് ഒരു നിയമനം പുറത്തു വന്നിട്ടുണ്ട്. നിയമനമല്ല, ഒരു ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. ആ ഉത്തരവ് അറിയില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി പറയുന്നത്. ഇതിനെ അനാസ്ഥ എന്നല്ലാതെ എന്താണ് പറയുക? ഇവരുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന, ഇവരുടെ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു ഉത്തരവ് ഇവർ തന്നെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമെങ്കിൽ ഇനി ഇത് ആരറിയാനാണ്? എങ്ങനെ അറിയാനാണ്? അദ്ദേഹം പറഞ്ഞത് ഇത് ജനാധിപത്യ ധ്വംസന പരിപാടിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ വി.ഡി. സവർക്കറെ പറ്റി പുകഴ്ത്തി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയതിനെ കുറിച്ചിട്ട് വേറെ ചില ആളുകൾക്ക് ഒരല്പം മതേതരത്വം തലയിലുള്ള, പരിപൂർണമായിട്ടും BJPക്ക് അടിമപ്പെടാത്ത ലീഗിനുള്ളിൽ തന്നെയുള്ള ചില ആളുകൾക്ക് ഇതിനെതിരെ ശക്തമായ എതിർപ്പുണ്ട്. ഇപ്പൊ തന്നെ M.K. മുനീർ അദ്ദേഹം 2 പുസ്തകം നമ്മുടെ ഈ വി.ഡി. സവർക്കർ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, ഒപ്പം തന്നെ ഫാഷിസം എന്ന് പറയുന്ന പുസ്തകമൊക്കെ ഗംഭീരമായിട്ട് 2-3 പുസ്തകങ്ങളൊക്കെ ഇദ്ദേഹം ഇതിനെതിരെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും വി.ഡി. സവർക്കറെ രാജ്യസ്നേഹിയാക്കുന്നത് RSS BJP അജണ്ടയാണ്. സവർക്കറെ പുകഴ്ത്തുന്ന ചോദ്യാവലി വിവാദത്തിൽ M.K. മുനീർ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ലീഗിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊരു ചെറിയ വഴക്കാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതാണ്. ഇനി ഇതൊന്നുമല്ല സുഹൃത്തുക്കളെ, നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരമ്മയാണ്. ബോട്ടിൽ പോയ പോലീസുകാർ ഛർദ്ദിച്ചിട്ട് പോയവരെ തിരിച്ചു കൊണ്ടുവന്ന് ഇറക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി. അപ്പോഴും എൻ്റെ മോനെ അന്വേഷിക്കാനുള്ള സമയം അവിടെ ചുരുങ്ങുക. അപ്പം ഈ കാട്ടിക്കൂട്ടലുകളും വേണ്ടാത്ത ആളുകളും പ്രയോജനമില്ലാത്ത ആളുകളും കഴിവില്ലാത്തവരെ എല്ലാം കൂടെ കയറ്റി വിട്ടിട്ട് ഈ ജോലിക്ക് പോകുന്ന, അതായത് എൻ്റെ സഹോദരങ്ങളെയും കൂടെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം എന്ന് വെച്ചാൽ പിന്നെ അവർ തിരിച്ചു കൊണ്ടുവന്ന്, നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ്. മകനെ കാണാനില്ല, ഭർത്താവിനെ കാണാനില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഭീകരമായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 8-9 ദിവസമായിട്ട്, കഴിഞ്ഞ ദിവസം മുതലാണ് അന്വേഷണത്തിന് ഇറങ്ങാമെന്ന് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായത്. അതുവരെ നമ്മുടെ ഗവൺമെൻറ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുക്കുക, അതിന് ശക്തമായിട്ടുള്ള നടപടികളായിട്ട് പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് സാധാരണക്കാരൊക്കെ ഈ ഒരു ഭരണകാലത്തിൽ ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. പല ആൾക്കാരും പറയുന്നുണ്ട് ഈ തീരപ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവൻ പിണറായി വിജയനോട് എന്തോ ദേഷ്യം ഉണ്ടായിരുന്നു, ഇതിന്റെ ഭാഗമായിട്ട്
ഗുണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വി.ഡി. സതീശൻ ഗവൺമെന്റിനെ ജയിപ്പിച്ചു വിട്ടതാണ്, അതിന് കിട്ടി, അനുഭവിച്ചോ എന്നൊക്കെ പറയുന്ന കമന്റുകളൊക്കെ പലതും കാണാനുണ്ട്. അങ്ങനൊന്നും ഈ സമയത്ത് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ഇനി നമുക്കിപ്പോ ഈ സംഗതിയൊക്കെ അവിടെ കിടക്കട്ടെ. പരിപൂർണമായിട്ട് BJPക്ക് അടിമപ്പെടുകയാണോ ഈ ഗവൺമെന്റ് എന്നൊരു ചോദ്യം കൂടി ശക്തമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതിന് സംശയമായിട്ടിരിക്കുന്നത് TG മോഹൻദാസ് എന്ന് പറയുന്ന ഒരു BJPക്കാരുണ്ട്, ഒരു RSS ആളൊക്കെ ആയിരുന്നു. മൂപ്പര് കഴിഞ്ഞ ദിവസമാണ് ഈ CJP സമരവുമായി ബന്ധപ്പെട്ട് അവർ മുഴുവൻ ബലാത്സംഗം ചെയ്യണമെന്നും ഞാനാണെങ്കിൽ വെടിവെച്ച് കൊല്ലുമെന്നൊക്കെ പറഞ്ഞേ. നോക്കൂ, അയാൾക്കെതിരെ പേരില് ഒരു കേസ് എടുക്കുക എന്നല്ലാതെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് ഇതുവരെ നീങ്ങിയിട്ടില്ല. അല്ല, മോഹൻദാസിന്റെ കേസെടുത്തല്ലോ. അല്ല, കേസെടുത്തു, അന്വേഷണം നടക്കുകയാണ്. അതതിൻ്റെതായ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ചില കേസുകൾക്കേ അതിന്റെ സ്വഭാവം അനുസരിച്ചല്ലാതെ മറ്റു നടപടി എടുക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മളൊരാളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നത്. അതായത് BJPക്കെതിരെ വരുന്ന കേസുകളൊന്നും അത്ര കാര്യമായിട്ടൊന്നും എടുക്കില്ല എന്നർത്ഥം, അല്ലാതെ ഒന്നുമില്ല കേട്ടോ സുഹൃത്തുക്കളെ. ഇനി അതിനിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നീണ്ടകരയിലെ ആ അമ്മ നാളെ മുതൽ, ഇന്നും തെരഞ്ഞ് എൻ്റെ മകനെ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ നാളെ മുതൽ നിരാഹാരത്തിന് ഇരിക്കാൻ പോവുക എന്നതാണ്. നോക്കൂ, ഞാൻ അത്ഭുതപ്പെടുന്നത് ഒരു ഗവൺമെന്റ് വന്ന് 2 മാസം കഴിഞ്ഞിട്ടില്ല. പുറമേ നിന്ന് വിമർശിക്കുകയും മറ്റൊക്കെ ചെയ്യുമ്പോൾ ഇത് ഇത്ര വലിയ പ്രയാസമേറിയ ഒരു ജോലിയാണ് ഈ ഭരണം എന്നത് എനിക്ക് തോന്നുന്നു ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ കാലങ്ങളായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാതെ ഭരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു UDF കാലങ്ങളായിട്ട് പുലർത്തിപ്പോരുന്ന രീതി. പക്ഷെ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ള പറയുന്ന പരിപാടി നടക്കില്ല എന്ന് ഏകദേശം ഇവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം ശക്തമായിട്ട് ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. തങ്ങൾക്ക് വേണ്ടത് കിട്ടണമെന്ന് തന്നെ നിങ്ങൾ അവിടേക്ക് അങ്ങോട്ട് പറഞ്ഞു വെച്ചത് ഞങ്ങളാണ്, നിങ്ങൾ ഞങ്ങളുടെ ദാസന്മാരാണെന്ന്, ഞങ്ങളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് പറഞ്ഞു വെച്ചതെന്ന് കൃത്യമായിട്ടും ജനങ്ങൾ തിരിച്ചറിയുകയും അതങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ഇനി മറ്റൊരു അനാസ്ഥ, അതൊരു ഭീകരമായിട്ടുള്ള ഒരു അനാസ്ഥയാണ്. അത് ഹോസ്പിറ്റലിൽ നിന്നാണ് ഈ ഒരു അനാസ്ഥ വരുന്നത്. ഇങ്ങനെയാണ് പനി ബാധിച്ച യുവാവിന് ക്യാൻസർ മരുന്ന് കുത്തിവെച്ചു, വീണ്ടും ചികിത്സാ പിഴവ് എന്നാണ്. വീണ്ടും ചികിത്സാ പിഴവ് വന്നിരിക്കുന്നു. അതിനിടയ്ക്ക് ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്താണ് അതിന്റെ യാത്രാരേഖകളെ കുറിച്ച് ചോദിച്ചു നോക്കുമ്പോൾ അത് പറയാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ പുതിയൊരു വിവരം. ഈ കഴിഞ്ഞ മാസം തന്നെ കോട്ടയത്ത് നിന്നുള്ള തോമസ് എന്നൊരു വ്യക്തിക്ക് വിവരാശാപേക്ഷയ്ക്ക് മറുപടിക്ക് ലഭിക്കാത്തതുകൊണ്ട് അദ്ദേഹം അപ്പീൽ സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ബോധപൂർവം തരാത്തത് തന്നെയാണ്. ഇനിയിപ്പോ നമ്മൾ അപ്പീൽ സമർപ്പിച്ചു, സമയം നീണ്ടു കളയാ, അതായത് കൃത്യസമയത്ത് കണ്ടില്ലേ വി.ഡി. സതീശൻ നടത്തിയ ആ ഒരു ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ചുള്ള വിവരം കിട്ടാൻ വേണ്ടിയിട്ട് 10 രൂപ വിവരാവകാശം കൊടുത്ത സമയത്ത് അതെന്തോ ഒരു അതീവ രഹസ്യരേഖയാണ്, ആ യാത്രയുടെ വിവരങ്ങൾ പുറത്തേക്ക് വിടാൻ പാടില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. സംഗതികളൊക്കെ നോക്കുമ്പോഴേ ലീഗിന്റെ യഥാർത്ഥ നിലപാട് പരസ്യമായി പറഞ്ഞിട്ട് മതി ഇനി ഉപസമിതി യോഗമെന്ന് കോൺഗ്രസ്. മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതിയിൽ തുടരണമെന്ന നിലപാടും പുറത്തിറങ്ങി മറ്റൊരു നിലപാടും പറയുന്നത് അംഗീകരിക്കണം. എങ്ങനെയുണ്ട്? അപ്പോ ഏകദേശം ഉള്ളില് കളി തുടങ്ങിയിട്ടുണ്ട്, ഉള്ളില് പടലപ്പിണക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായിട്ട് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനാസ്ഥകൾ. ഏറ്റവും ഭീകരമായ അനാസ്ഥ എന്ന് പറയുന്നത് ആ അമ്മയോടൊക്കെ ചെയ്യുന്ന, ആ മക്കളോട് ചെയ്യുന്ന ക്രൂരതയാണ്. അവരെ രക്ഷിതാക്കളെ കൃത്യമായിട്ടും കടലിൽ പോയി അവരെ തെരഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാതിരിക്കുന്ന ഒരു അനാസ്ഥയുണ്ടല്ലോ, അതിലിനി വേറെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എന്തൊക്കെയായാലും ഇത് അതീവ ദുഃഖകരമാണ്. ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിശ്വാസം പതുക്കെ ഇല്ലാണ്ടായി പോകുന്നു എന്നുള്ളതാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. ബൈ.